സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ആലോചിക്കുന്നത്? നമ്മുടെ ആദ്യ രാത്രിയെന്ന് ഈ രാത്രി തന്നെ ഒരു ഭാര്യയുടെ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു കിട്ടണമെന്നൊന്നും ഞാൻ ശാഠ്യം പിടിക്കില്ല. പക്ഷേ കുറച്ച് സമയം അടുത്തിരിക്കാനും സംസാരിക്കാനുള്ള അവകാശം എനിക്ക് നിഷേധിക്കരുത്. നാൻസി പറഞ്ഞോളൂ. ഈ വീട്ടിലേക്ക് വന്നു കയറിയത് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഈ വീട് നിറയെ സന്തോഷമായിരുന്നു എന്ന് ജെസി ചേച്ചി, അപ്പൂസ് ഓരോരുത്തരായി ഓരോ വഴിക്ക് പോയി. ഈ വീട് ഉറങ്ങി. എന്നെ എവിടുന്ന് പോവേണ്ട ഞാൻ ഈ വീടിന്റെ കാവൽക്കാരിയായി. സാമുവലിച്ചായനെന്റെ ജീവിതത്തിന്റെ കൈവഴികൾ എത്ര വിചിത്ര അല്ലേ ചായ? ഇന്നലെ വരെ എന്റേത് മാത്രമായ മുറി ഇത് പിച്ചായന്റേത് കൂടിയാ. ആ വരാന്തയിൽ നിന്ന് ഇച്ചായൻ കയറി വന്നത് ഈ മുറിയിലേക്ക് മാത്രമല്ല, എന്റെ ഹൃദയത്തിന്റെ കൂടി പാതി അവകാശത്തിലേക്ക്. ഇതൊക്കെ എന്തിനാ നാൻസി ഇപ്പൊ പറയുന്നേ? സോറി, കുറച്ച് പൈങ്കിളിയായി പോയല്ലേ. ഇപ്പോഴിത് പറയാൻ കാരണമുണ്ട് ഇച്ചായ. അപ്പനെ വെല്ലുവിളിച്ച് ഇവിടെ നിൽക്കുമ്പോ ഒരു ഉൾക്കരുത്തുണ്ടായിരുന്നു. എന്ത് വന്നാലും നേരിടാന്നുള്ളൊരു ധൈര്യം, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവളുടെ ചങ്കുറപ്പ്. ഇപ്പോ അതെനിക്കില്ലേ ചായ? ഞാനില്ലേ നാൻസി കൂടെ? അത് തന്നെയാ ചായ എന്റെ ഭയവും. മുമ്പ് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇച്ഛായനുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. അത് നഷ്ടപ്പെടുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ചായ. നഷ്ടപ്പെടുമെന്ന് ആര് പറഞ്ഞു? വല്ലാത്തൊരു ഉൾഭയമുണ്ട് ചായ. ഈ നിധി എനിക്ക് അധിക കാലം കൈവശം വയ്ക്കാൻ പറ്റില്ലെന്ന്. ഇച്ഛായൻ എനിക്കൊരു വാക്ക് തരണം. എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും, ആരിൽ നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടായാലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് വാക്ക്. ഇറങ്ങടി വെളിയില്. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞ ചേച്ചി, ഞാൻ ആരാടി നിന്റെ ചേച്ചി? ഇങ്ങോട്ട് ഇറങ്ങും. ചേച്ചി, 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 ഇറങ്ങടി ചേച്ചി. ഇറങ്ങും വെളിയില്. ഇറങ്ങടി ചേച്ചി. ഇറങ്ങും വെളിയില്. ചേച്ചി ഇറങ്ങടി. ചേച്ചി, ചേച്ചി വിട്. വിടാനാ പറഞ്ഞത്. എന്നെ വിട് സ്വാമി. ഇവിടെ പറഞ്ഞു വിട്. ഇല്ലെങ്കിൽ ഞാൻ ചേച്ചി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇറങ്ങിത്തരാം. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ഇവള് എന്തിനാ നിന്റെ മുറിയില്, അതും രാത്രിയില്? ഇവള് ആള് ശരിയല്ല സാമേ. അവളെ കണ്ടാലറിയാം. വിടൂ സാമേ. സാമേ, നീ ഒരു പാവ. എന്തിനാ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? പറഞ്ഞു വിട്. ചേച്ചി, ഞാൻ നീ ഉള്ളി പോ. പോവാൻ തട്ടിയാലും വാതിൽ തുറക്കണ്ട. പോ. ചേച്ചി, 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 തുറക്ക് ചേച്ചി. പോയിക്കോ അവിടുന്ന്. ഇറങ്ങി പോടി. കാണണ്ട എനിക്ക് നിന്നെ.
കുഞ്ഞാറ്റയെ കാണിക്കുന്നേ? ഭിത്തി മുഴുവൻ കുത്തി വരച്ച് വൃത്തികേടാക്കിയല്ലോ. വന്നേ. ദേ, ആര് വിളിച്ചാലും എങ്ങോട്ട് പോവരുത് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പാ. ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഈ സമയത്ത് ജലദോഷോ പനിയോ ഒന്നും വരുത്തി വെക്കല്ലേ എൽസിയെടുത്തി. എന്നതാ എൽസിയെടുത്തി ഒരു പരവേശം? വേദന പറ്റോ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലേ നേരത്തെ അഡ്മിറ്റ് ആവാം. ഡേറ്റിന് ഒരാഴ്ച മുൻപേയൊക്കെ ഡെലിവറി നടക്കാറുണ്ട്. രാത്രി വൈകിക്കഴിഞ്ഞ് പിന്നെ ഡ്യൂട്ടി ഡോക്ടറെ ഉണ്ടാവും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സംശയിക്കേണ്ട ലൂക്കാച്ച, അടിച്ച് വെളിവ് പോയത് കൊണ്ട് കണ്ട ഭ്രാന്തൻ സ്വപ്നമൊന്നുമല്ല. ഇത് ചോരയും നീരുമുള്ള ഒറിജിനൽ ചിത്രലേഖ തന്നെയാ. രസം മണ്ണെണ്ണ ക്യാനെടുക്കാൻ പോവാനൊന്നും മെനക്കെടണ്ട. കയ്യും വീശി ഞാൻ ഇറങ്ങുമ്പോ അമ്പനാടൻ വീട്ടിൽ മറന്നു വെച്ചൊരു സാധനമുണ്ട്, അതെടുക്കാൻ വന്നതാ. മുത്തും പവിഴം പൊതിഞ്ഞെട്ടിയോടെ വെച്ചിട്ടാണോ നീ അമ്പനാടൻ വീട്ടിന്റെ പടിയിറങ്ങിയത്? ഓ, സദാചാരവും സാമൂഹ്യ നിഷ്ഠയൊക്കെ നോക്കി ആരെയും ശിക്ഷിക്കാൻ അധികാരമുള്ള സോളമൻ രാജാവ് ഇവിടെ ഉണ്ടായിരുന്നോ? മുത്തും പവിഴൊന്നുമല്ല ഞാനിവിടെ മറന്നു വെച്ചിട്ട് പോയത്, രാജാവിന്റെ പട്ടമഹിഷിയെ തന്നെയാ. എന്താ എൽസേ, ഞാനിവിടെ വന്നു കയറുമ്പോ എനിക്ക് അഭിഷേകം ചെയ്യാനുള്ള മണ്ണെണ്ണയും അത് തളിക്കാൻ ആളും റെഡിയാണെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. എന്താ ആ കൈ ഇപ്പൊ തളർന്നു പോയോ? കൊളുത്താനുള്ള തീപ്പെട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടി അതിനുള്ള തന്റെ ഇടവും തണ്ടലുറപ്പും അമ്പനാടൻ വീട്ടിലുള്ളവർക്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞത് ചെയ്ത് കാണിക്കുന്നവളാ ടെസ. ടെസയ്ക്ക് അതിനുള്ള തന്റെ ഇടവും തണ്ടലുറപ്പും മാത്രമല്ല, അവകാശവും ഉണ്ട്. പക്ഷേ ഈ നിൽക്കുന്നവൾക്ക് അതിനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. ചിത്രലേഖ അമ്പനാടൻ വീട്ടിലെ ഒരു കരു മാത്രമായിരുന്നു. ആ കരു നീക്കിയത്
ഇവളും ഇവളുടെ അമ്മ ഏലിയാമ്മയും ചേർന്നായിരുന്നു. ചിത്രലേഖ എന്തെല്ലാം വൃത്തികെട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരയാ ഈ നിൽക്കുന്നത്. കുടുംബത്തിനുള്ളിലുള്ള ആള് തന്നെ അടിവേരിറക്കാൻ നോക്കുന്നത് എന്തിനെന്ന് ഒരു സംശയം ഉണ്ടായിരിക്കും സോളമനിച്ചായന്റെ ഉള്ളില്. പറഞ്ഞു തരാം. എൽസയ്ക്കും ഏലിയാമ്മയ്ക്കും കൂടി അമ്പനാടൻ കുടുംബം മൊത്തത്തോടെ വിഴുങ്ങാൻ. ഈ നിൽക്കുന്ന ലൂക്കയെ മുഴുകുടിയനും സ്ത്രീലമ്പടനുമായി ചിത്രീകരിച്ച് അവരുടെ കുടുംബം തകർത്ത് ടെസയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ. സോളമനിച്ചായന്റെ മരിച്ചുപോയ പെങ്ങൾ സാറയുടെ മകൾ ഏഞ്ചലിന് അർഹിക്കുന്ന ഓഹരിയിൽ ഒരു തരി പോലും കൊടുക്കാതിരിക്കാം. ഇതിനെല്ലാം കൂടി ഒരു കോംബോ ഓഫറായി എൽസ എനിക്ക് മുന്നിൽ വെച്ച തുകയാ 25 ലക്ഷം രൂപ. അത് ലൂക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എനിക്ക് തന്നെ വാങ്ങണം. അതിനുവേണ്ടി എൽസയുടെ പിന്തുണയില് അമ്പനാടൻ വീട്ടിലേക്ക് എനിക്ക് ഗ്രീൻ ചാനൽ. അതിനിടയില് ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പോ ജാമ്യത്തിലിറക്കി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതും ആരാന്ന് ചോദിച്ചു നോക്ക്. ഒപ്പിട്ടുകൊടുത്ത വക്കാലത്തിലും കോടതി രേഖയിലും ക്ലീനായിട്ട് കിടപ്പുണ്ട്. ചിത്രലേഖയുടെ ജാമ്യക്കാരായ അമ്പനാടൻ വീട്ടിൽ സോളമൻ ഭാര്യ എൽസയുടെയും മേൽപ്പടി കക്ഷിയുടെ അമ്മയായ ഏലിക്കുട്ടിയുടെയും പേര്. അതുമാത്രമല്ല, ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായ കാര്യം, സ്വന്തം ഭർത്താവിന്റെ സഹോദരിയിൽ പിറന്നൊരു കുഞ്ഞിനെ കൊല്ലാൻ കൊട്ടേഷൻ. ഏഞ്ചലിന് ചാർലിയെ ആ ദൗത്യം ഏൽപ്പിച്ചത് ഞാൻ. പണം നൽകാൻ നേറ്റത് എൽസ. ഇത്രയൊക്കെ ചെയ്യാൻ കൂട്ടുനിന്നിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തുന്നത് എന്തിനാണെന്ന് സംശയം തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഒടുവിൽ കള്ളി വെളിച്ചത്തായപ്പോ ചിത്രലേഖ മാത്രം കുറ്റവാളി, രാക്ഷസി. സ്വന്തം ചോരയെ ഒറ്റിക്കൊടുത്ത് ഭർത്താവിന്റെ കുടുംബത്തിന്റെ തായ്വേരർക്കാൻ നോക്കിയ എൽസ പരിശുദ്ധ മാലാഖ. ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം ചോദിച്ചപ്പോ പരിഹാസച്ചിരി. നെറുകേട് കാട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതെല്ലാം 100% സത്യം. ഞങ്ങൾക്കിടയിലുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം സമ്മതിച്ചുകൊണ്ടുള്ള അവസാന ഫോൺ സംഭാഷണം വരെയുള്ള കോൾ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിൽ ഭദ്രമാണ്. പ്രത്യേകിച്ചൊരു ലാഭവും പ്രതീക്ഷിച്ചല്ല ഈ തുറന്നു പറച്ചിൽ. കുടുംബത്തിന്റെ ഈ കാവൽ മാലാഖയുടെ മുഖം മൂടി പിച്ച് ചീന്താനാ. പുറത്തുനിന്നൊരുത്തി കുടുംബത്ത് കയറി കന്നം തിരിവ് കാണിച്ചപ്പോ കവിളത്തടിക്കാൻ പൊന്തിയ കൈയല്ലേ സോളമനിച്ചായന്റേത്. അതല്ലെങ്കിൽ ടെസ അന്നെടുത്ത മണ്ണെണ്ണ ക്യാൻ ഫുള്ളായി അടുക്കളപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന് എൽസ അല്പം മുമ്പ് പറഞ്ഞതേയുള്ളൂ. എന്താ വേണ്ടതെന്ന് നിങ്ങളൊരു കുടുംബയോഗം കൂടി തീരുമാനിക്കും. എല്ലാം നുണയാ.
ഡേയ്, വന്നേ. ഐ, വരാൻ. നടക്കടി. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല. പക്ഷേ നാൻസി എന്നോട് ക്ഷമിക്കണം. വിടുമോളെ. എനിക്ക് സന്തോഷമുള്ളൂ ചായ. എന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങള് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് അടുത്തിരിക്കണം, ഒന്ന് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കണം. അതിന് ഇതിനേക്കാൾ പറ്റിയ ഏത് സ്ഥലമായി ചായ? ആകാശത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ സാക്ഷികളാ. ഏഞ്ചൽ മോളുടെ കാര്യത്തില് ഇച്ചാന്റെ തീരുമാനം എന്താ? നമുക്കറിയാം അവള് കുഞ്ഞാറ്റല്ലാന്ന്. അവള് മടങ്ങി വരുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് നമ്മളെ കണ്ടു നിറച്ച് കാണാനുള്ള അവസരം പോലും സോഫി ചേച്ചി കൊടുത്തിട്ടില്ല. ചേച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഏഞ്ചൽ മോളെ തിരികെ നൽകാന്ന ഇച്ചായം വാക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല നാൻസി. ഈ സമയത്ത് ചേച്ചിയോട് അങ്ങനെ വിചാരിച്ച് ഇത് എത്ര നാളെ നീട്ടിക്കൊണ്ട് പോകും ചായ? എത്ര നാളെന്നല്ല, എത്ര സമയം? അവളെ ഒരു കുടുംബം മുഴുവനും കാത്തിരിക്കുക, അതും വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത്. ഒരു തരത്തിൽ സോഫി ചേച്ചിയോട് ദ്രോഹം ചെയ്യാ നമ്മള്. അത് കുഞ്ഞാറ്റയല്ല, മറ്റൊരു കുട്ടിയാണെന്ന് ആ ഓർഫനേജിലുള്ളവര് ആദ്യമേ തന്നെ ചേച്ചിയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിവിടം വരെ എത്തുമായിരുന്നോ? അത് മനസ്സിലാക്കി കൊടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും അത് കുഞ്ഞാറ്റ തന്നെയാണെന്നുള്ള ബോധം ചേച്ചിയുടെ മനസ്സിൽ ഉറച്ചുകൊണ്ടിരിക്കുക. പിന്നീടത് പിഴുതെറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ചായ. ഞാനിപ്പോ എന്താ നാൻസി വേണ്ടത്? അത് കുഞ്ഞാറ്റയല്ല, അത് ഏഞ്ചലാണെന്ന തിരിച്ചറിവിലേക്ക് ചേച്ചിയെ പതിയെയാണെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കണം. ഏഞ്ചലിന് മറ്റൊരമ്മയുണ്ടെന്നും അവളെ മടക്കി കൊടുക്കേണ്ടതാണെന്നും ഓർമ്മിപ്പിക്കുക അതിന്റെ ആദ്യത്തെ പടി. അതിപ്പോ തന്നെ ചെയ്യണം ഇച്ചായ. സോഫി ചേച്ചിയോടുള്ള വിരോധം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ ഞാനിത് പറയുന്നത്. സ്വപ്ന ലോകത്ത് നിന്ന് ചേച്ചി യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നമുക്ക് നല്ലൊരു ഡോക്ടറെ കൊണ്ട് ചേച്ചി ട്രീറ്റ് ചെയ്യിക്കാം. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും.
പറഞ്ഞു വിട്ടില്ല. രാത്രിയല്ലേ. വെളിച്ചമായ ഉടനെ പറഞ്ഞു വിട്ടോണം. സാമിന്റെ റൂമിൽ പോയി കിടന്നു. ചേച്ചി, ഞാൻ പറയാൻ വന്നത് അവളെ പറ്റിയാണോ? അല്ല ചേച്ചി, ഈ കുഞ്ഞിനെ പറ്റിയാ. ഈ കുഞ്ഞോ? സാമേ, ഇത് നിന്റെ ചേച്ചിയുടെ ഈ എന്റെ കുഞ്ഞാറ്റാ. എന്റെ മോളെയാണോ നീ ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നത്?